മഞ്ജുവേ, മഞ്ജു ഇന്ന് 55-ാമത്തെ ശ്ലോകം വായിച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യണം. 55-ാമത്തെ കേൾക്കുന്നുണ്ടോ? മഞ്ജു പോയോ? കേൾക്കാവോ മഞ്ജുവിന്? കേൾക്കാമല്ലോ. ആ, അശ്വതിക്ക് വായിക്കാവോ? വായിക്കാം സാറേ. എന്നാ 55-ാമത്തെ ശ്ലോകം. പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥമനോഗതാൻ ആത്മന്യേവ ആത്മന്യേവാത്മനാ തുഷ്ടാ സ്ഥിതപ്രജ്ഞസ്തദോച്യതേ. ഭഗവാൻ പറഞ്ഞു, ഹേ അർജുന, തന്നാൽ തന്നെ സന്തുഷ്ടനായിട്ട് എപ്പോൾ മനസ്സിലെ സർവകാമനകളെയും നിശേഷം ത്യജിക്കുന്നുവോ അപ്പോൾ അയാളെ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നു. യഥാർത്ഥ ബ്രഹ്മനിഷ്ഠന്മാരെയും കപടഗുരുക്കന്മാരെയും തിരിച്ചറിയാൻ സ്ഥിതപ്രജ്ഞ ലക്ഷണം സഹായിക്കുന്നു. ആത്മസാക്ഷാത്കാരത്തിന് ശ്രമിക്കുന്ന സാധകരുടെ ജീവിത രീതി എങ്ങനെ ആയിരിക്കണമെന്ന മാർഗനിർദ്ദേശവും ഇതിലടങ്ങിയിട്ടുണ്ട്. ബ്രഹ്മനിഷ്ഠന്റെ മാനസിക നില ഈ ശ്ലോകം മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു. ഉപനിഷത്ത് പൂങ്കാവനത്തിലെ ശബ്ദ സുമങ്ങളുടെ ദിവ്യ സൗരഭ്യം ഇവിടെ നമുക്ക് അനുഭവിക്കാം. സർവകാമങ്ങളെയും മനസ്സിൽ നിന്ന് അകറ്റിയവനത്രേ സ്ഥിതപ്രജ്ഞൻ. അജ്ഞാനഗ്രസ്തനായ ജീവൻ തന്റെ യഥാർത്ഥ സ്വരൂപം പരിപൂർണനായ ആത്മാവാണ് താൻ എന്ന സത്യം അറിയുന്നില്ല. അജ്ഞാനം ഉളവാക്കുന്ന അപൂർണതാബോധത്തിന്റെ ഫലമാണ് ബുദ്ധിയിൽ ആഗ്രഹങ്ങൾ ഉദിക്കുന്നത്. സമ്യക് ജ്ഞാനം നേടി അജ്ഞാനം നീക്കിയ സിദ്ധപുരുഷന്റെ ബുദ്ധിയിൽ അജ്ഞാനം നീക്കിയ സിദ്ധപുരുഷന്റെ ബുദ്ധിയിൽ അപരിപൂർണതാബോധത്തിന് സ്ഥാനമില്ലായകയാൽ ആഗ്രഹങ്ങൾ ഉദിക്കുന്നതുമില്ല. അയാൾ ആഗ്രഹങ്ങൾക്ക് അതീതനായി തീരുന്നു. ആഗ്രഹത്തിന് കാരണം അജ്ഞാനമാണല്ലോ. കാര്യമായ ആഗ്രഹത്തിന്റെ അഭാവം കാരണമായ അജ്ഞാനത്തിന്റെ അസ്തമയത്തെ കുറിക്കുന്നു. ആഗ്രഹങ്ങളുടെ അഭാവം മാത്രമാണോ പരിപൂർണതയുടെ ലക്ഷണം? ആഗ്രഹിക്കാൻ പോലും കഴിവില്ലാത്ത ഒരു ജാഡ്യാവസ്ഥയാണോ ബ്രഹ്മനിഷ്ഠ? എങ്കിൽ അഭിലഷണീയമല്ലാത്ത അതിന് വിവേകികൾ ആരെങ്കിലും ശ്രമിക്കുമോ? ഇന്നത്തേക്കാൾ മെച്ചപ്പെട്ട ഒരവസ്ഥ മുന്നിൽ കാണാനും കൈവരിക്കാനുമുള്ള ബുദ്ധിയുടെ കഴിവാണല്ലോ ആഗ്രഹ രൂപത്തിൽ പ്രകടമാവുന്നത്. ബ്രഹ്മനിഷ്ഠ കൈവന്നാൽ ഈ കഴിവ് പോലും ഇല്ലാതാവുമല്ലോ എന്നാണ് ശങ്കയെങ്കിൽ അതിനെ പരിഹരിക്കുന്നു. ആത്മാനന്തര സലാഭത്താൽ മറ്റൊന്നിന്റെയും അപേക്ഷയില്ലാതെ തന്നിൽ തന്നെ സന്തുഷ്ടനാണ് ബ്രഹ്മനിഷ്ഠൻ. ആത്മന്യേവാത്മനാ തുഷ്ടഃ. അതുകൊണ്ടാണ് അയാൾക്ക് ആഗ്രഹങ്ങളില്ലാത്തത്. ബാല്യദശയിൽ വിലമതിക്കാൻ കഴിയാത്ത സമ്പത്ത് എന്ന പോലെ കരുതിയ കളിക്കോപ്പുകൾ കൗമാരദശയിൽ വിലയില്ലാത്തവയായി മാറുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിരുന്ന വസ്തുക്കൾ യൗവന ദിശയിൽ ഇഷ്ടമല്ലാതാവുന്നു. വാർദ്ധക്യത്തിലാവട്ടെ അതുവരെ സുഖപ്രദങ്ങളെന്ന് കരുതിയ വസ്തുക്കൾ വിട്ട് മറ്റു ചിലതിനെ ആശ്രയിക്കുന്നു. ഇങ്ങനെയാണല്ലോ ജീവിതത്തിൽ നാം കണ്ടുവരുന്നത്. നാം വളരുന്നതോടൊപ്പം നമ്മുടെ ആവശ്യങ്ങൾ മാറുന്നുവെന്നർത്ഥം. അജ്ഞാനദശയിൽ ശരീര മനോബുദ്ധികളിൽ അഭിമാനിച്ച് ഒരു പരിമിത വ്യക്തിയാണ് താനെന്ന് കരുതി ജീവിക്കുമ്പോൾ ഇന്ദ്രിയ വിഷയങ്ങളിൽ അഭിനിവേശവും ആശയാദർശങ്ങളിൽ ആവേശവും ഉണ്ടാകുന്നു. ശരീരമാനിയായ ജീവനാണ് വിഷയങ്ങൾ ആഗ്രഹിക്കുന്നത്. ജ്ഞാനോദയത്തിൽ ശരീരാഭിമാനം വെടിഞ്ഞ് ജീവൻ ശിവനായിത്തീരുന്നു. ബ്രഹ്മാനന്ദ രസാനുഭൂതിയിൽ പൂർണ്ണ സംതൃപ്തനായ ജ്ഞാനിക്ക് വിഷയങ്ങളുടെ നേരെ ആഗ്രഹങ്ങൾ ഉണ്ടാവാൻ വയ്യ. സ്ഥിതപ്രജ്ഞന്റെ ശ്രീകൃഷ്ണ പരമാത്മാവ് പറഞ്ഞു തുടങ്ങുകയാണ്. എന്തുവാണ് ഇല്ലയോ? ഹേ അർജുന, തന്നാൽ തന്നെ സന്തുഷ്ടനായിട്ട് എപ്പോൾ മനസ്സിലെ സർവ്വകാമനകളെയും നിശേഷം ത്യജിക്കുന്നു അപ്പോൾ അയാളെ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നു. സ്ഥിതപ്രജ്ഞൻ ചില സമാധിസ്ഥനായ ബുദ്ധി സമമായ
ചിത്ത ചിത്തശുദ്ധി വന്ന ഒരാളെ പറയുന്നതാണ് സ്ഥിതപ്രജ്ഞ. യഥാർത്ഥ ബ്രഹ്മനിഷ്ഠന്മാരെയും കപട ഗുരുക്കന്മാരെയും തിരിച്ചറിയാൻ സ്ഥിതപ്രജ്ഞ ലക്ഷണം സഹായിക്കുന്നു. ഇന്ന് ഒത്തിരി നമ്മൾ പലരും ഈ ആത്മീയതയിലോട്ട് ഇങ്ങനെ ഒരു ഷോ ഇങ്ങനെ ഇതെല്ലാം കാഷായവും ധരിച്ച് ഇങ്ങനെ പല ഈ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടക്കുക ഒരു ഗുരുക്കന്മാരെന്നുള്ള രീതി. പക്ഷേ അതിലെയോ ശങ്കരാചാര്യര് മറ്റേ ആ ഒരു ഇതോ അതിൻ്റെ ബുക്കിൻ്റെ പേര് നമ്മുടെ വിവേക മഞ്ജുൻ്റെ ചൂടാമണിയോ? ഏത് വിവേക ചൂടാമണിയാണോ? അല്ലല്ലല്ല മറ്റേ ഈ കാഷായ വേഷം കപട ഇത് പറഞ്ഞുകൊണ്ട് ബഹിർത വേഷം സൗന്ദര്യലഹരികളോ? ഏ സൗന്ദര്യലഹരി. സൗന്ദര്യ ലഹരിയല്ലേ സൗന്ദര്യലഹരി. എന്ത് ആ കാഷായ മാതൃപഞ്ചകം ഏ മാതൃപഞ്ചകം മാതൃപഞ്ചകമാണ്. അല്ലല്ലല്ല സാർ നമ്മൾ അറിയേ ബഹുകൃത വേഷം കാഷ അതങ്ങനെ ആ, പറഞ്ഞോണ്ട് എന്തുവാ ബുക്കിന്റെ പേര്? മറ്റേ അത് അഷ്ടകം എന്തോ അഷ്ടകമാണോ മറ്റേ എന്താ നമ്മുടെ സിനിമാ പാട്ടൊക്കെ ഇല്ലയോ ഒരു ബുക്കിന്റെ പേര് പണ്ടത്തെ എനിക്ക് ഓർമ്മ വരുന്നില്ല. യേശുദാസന്റെ ഉം. ചേടാ കാഷായാംബര ബഹുകൃത വേഷ പശിനബി ജ്ഞാനപ്പാനല്ലല്ലോ. അത് അതാണ് മറ്റേ ഇതാണ്. ആ ജ്ഞാനപ്പാന ഇതാ. ആ മറ്റേ പേര് വരുന്നില്ല. ഭജഗോവിന്ദോ അതാണോ പറയുന്നത്? ഭജഗോവിന്ദം. ഭജഗോവിന്ദത്തിലെ കാഷായം കാഷായ വേഷം ഇട്ട് ഭജഗോവിന്ദം. അതിനകത്തില് ഈ സന്യാസിമാരെ വയറ്റിപ്പഴപ്പിലായിട്ട് കാഷായ വേഷവും അണിഞ്ഞ് അതാ ഗുരുക്കന്മാരായിട്ട് അഭിനയിച്ച് നടക്കുന്ന ഇന്നത്തെ കാലത്ത് അന്നേ ആ കൃതിയിൽ അതിനെ നിശ്ചിതമായിട്ട് വിമർശിക്കുന്നത്. ആത്മീയത എന്ന് പറഞ്ഞുകൊണ്ട് ഈ കപട ഗുരുക്കന്മാർ ഇഷ്ടംപോലെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ സ്ഥിതപ്രജ്ഞ ലക്ഷണം നമുക്ക് ശരിക്കും നമ്മൾ ഉൾക്കൊണ്ടാൽ നമുക്ക് യഥാർത്ഥ ഗുരുക്കളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതാ ഇതിനകത്ത് പറയുന്നത്. ബ്രഹ്മനിഷ്ഠന്റെ മാനസിക നിലയെ ഈ ശ്ലോകം മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു. അജ്ഞാനഗ്രസ്തനായ ജീവൻ തൻ്റെ യഥാർത്ഥ സ്വരൂപം. അജ്ഞാനഗ്രസ്തനായ ജീവൻ തൻ്റെ യഥാർത്ഥ സ്വരൂപം. എന്തോ യഥാർത്ഥ സ്വരൂപം? അജ്ഞാനഗ്രസ്തൻ വെച്ചാൽ വാസനയിലിരിക്കുന്ന ജീവൻ. അജ്ഞാനം വെച്ചാൽ വാസന, കർമ്മഫലം. എൻ്റെ വാസനയെ പറയുന്ന അജ്ഞാനം, അതിനെ പറയുന്നതാണ് അജ്ഞാനം. എന്തുകൊണ്ടാ അജ്ഞാനം എന്ന് പറയുന്നത്? ജ്ഞാനം എന്ന് പറഞ്ഞാൽ ആ പരമാത്മ ചൈതന്യത്തിനെ കുറിച്ചുള്ള അറിവാണ് ജ്ഞാനം. അതിനെ മറയ്ക്കുന്നു. അതുകൊണ്ടാണ് അജ്ഞാനം, ജ്ഞാനമല്ല. ആ അപ്പം അജ്ഞാനഗ്രസ്തൻ ഈ മറച്ചിരിക്കുന്ന എന്താണ്? എന്റെ വാസനയെ. അപ്പൊ ഈ അജ്ഞാനഗ്രസ്തൻ ഈ വാസനയിലിരിക്കുന്ന ജീവൻ എന്റെ യഥാർത്ഥ സ്വരൂപം. എന്നിട്ട് ഹൈഫൻ ഇട്ടേക്ക് നടത്തിയോ? പരിപൂർണനായ ആത്മാവാണ് താൻ എന്ന സത്യം. അതാണ് യഥാർത്ഥ സ്വരൂപം. ഞാൻ ഒരു ഈശ്വരന് പരമാത്മന്റെ അംശമാണ്. അതാണ് പരമാത്മ ചൈതന്യത്തിന്റെ ഒരു അംശമാണ് ഞാൻ. പരിപൂർണനായ ആത്മാവാണ് ഞാൻ എന്ന സത്യം അറിയുന്നില്ല. ഈ അജ്ഞാനഗ്രസ്തൻ വാസനയിരിക്കുന്ന ജീവൻ, ജീവാത്മാവ്, ഞാൻ, നമ്മളൊക്കെ തന്റെ യഥാർത്ഥ സ്വരൂപം, നമ്മുടെയൊക്കെ യഥാർത്ഥ സ്വരൂപം നമുക്ക് അറിയുന്നില്ല. നമ്മളിപ്പോൾ അറിവിൽ കൂടെ ഈ വായിക്കുന്നതിൽ കൂടെ നമ്മൾ അറിയുന്നു. പക്ഷെ നമ്മുടെ അനുഭവത്തിലുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മുടെ എല്ലാ യഥാർത്ഥ സ്വരൂപം എന്തുവാ? പരിപൂർണനായ ആത്മാവാണ് ഞാൻ. പരിപൂർണൻ വെച്ചാലും ഈശ്വരൻ മാത്രമേ ഉള്ളൂ പൂർണ്ണൻ. പൂർണ്ണമത എന്ന ആ ഒരു ശ്ലോകം കേട്ടിട്ടില്ലയോ? പൂർണ്ണമതം എന്നുള്ള സ്ഥിതിച്ചാൽ ഈ പൂർണ്ണമാണ് ഈശ്വരൻ. മനുഷ്യനെല്ലാം അപൂർണമാണ്. ബാക്കി ഏതും അപൂർണമാണ്. ഈ ജീവൻ പരമാത്മ ചൈതന്യത്തിലാവുമ്പോൾ പൂർണ്ണത നേടും. അപ്പം ഈ അജ്ഞാനം ഉളവാക്കുന്ന അപരിപൂർണതാബോധത്തിന്റെ അജ്ഞാനം എന്തോ ഉണ്ടാക്കുന്നു? എനിക്ക് ഫുൾ കണ്ടൻഷൻ വരുന്ന, സാറ്റിസ്ഫാക്ഷൻ വരുന്നില്ല, പരിപൂർണതയില്ല. നമ്മൾക്ക് മനുഷ്യൻ എത്ര കിട്ടിയാലും അല്ലെങ്കിൽ ഏത് നിലയിൽ വന്നാലും തൃപ്തിയുണ്ടോ? പിന്നെയും നമുക്ക് എന്തോ കിട്ടാനുണ്ട്, എന്തോ നേടാനുണ്ട്. എത്ര രീതി, എത്ര ഹയർ ലെവൽ ഭൗതികമായിട്ട് എത്ര ഉയർന്നാലും പിന്നെയും മനസ്സ് അസ്വസ്ഥമായി, എന്തോ കിട്ടാനുണ്ട്. അതാ നമ്മുടെ എല്ലാവരും അവസ്ഥ. ഏത് അവസ്ഥയിലും ആ ഒരു അപരിപൂർണത ഉണ്ട്, ഇംപെർഫെക്ഷൻ. പെർഫെക്റ്റ് ആകത്തില്ല. അതാണ് നമുക്ക് ഇൻഫിനിറ്റ് ആണ് നമ്മുടെ ഇത്. അതെങ്ങനെ ആ പരിപൂർണ്ണ ഇൻഫിനിറ്റ് എവിടെ ചെന്നാൽ ഇത് ഈ പൂർണ്ണതയാവുന്നേ? എൻ്റെ മനസ്സ് ഈശ്വരൻ ലയിക്കുമ്പോഴാണ്. അവിടെയാണ് മോക്ഷാവസ്ഥ. അതാ മുക്തി. എന്നുവെച്ചാൽ എൻ്റെ ഈ ഞാനിപ്പം സ്വാതന്ത്ര്യം ഇല്ലാത്തതാണ്. പക്ഷെ നമ്മളെല്ലാം വിചാരിക്കുന്നത് എന്തുവാ? നമ്മൾ ഭയങ്കര, നമുക്ക് ഫുൾ, ഞാൻ വിചാരിക്കുന്ന പോലെ എല്ലാം ചെയ്യാം, നമ്മൾ ഫുൾ സ്വാതന്ത്ര്യത്തിലാണെന്നാ. നമ്മളെല്ലാം അടിമകളാ. നമ്മളെല്ലാവരും അടിമകളാന്ന് ആലോചിച്ച് നോക്കി. ആരുടെ അടിമകളാ?
നമ്മളെല്ലാം അടിമകളാണെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ ആരുടെ അടിമയാ? നമ്മുടെ ഭർത്താവിന്റെ അടിമയാന്നോ? കാലത്തിന്റെ ഭാര്യയുടെ അടിമയാന്നോ? അല്ലെങ്കിൽ മക്കളുടെ അടിമയാന്നോ? കാല എന്തോ? നമ്മൾ ആരുടെ അടിമകളാ? കാലത്തിന്റെ അല്ല, നമ്മുടെ തന്നെ ചൈതന്യം. കാലത്തിന്റെ എന്തോ എന്തിന്റെ? വാസനയുടെ അടിമകള്. ആ, വാസനകളുടെ അടിമ. വാസനയുടെ നമ്മുടെ വാസനയുടെ അടിമയാ. എൻ്റെ ഇഷ്ടം അനിഷ്ടം ഇതിലാണ്. അതിൻ്റെ അങ്ങനെ അല്ലാതെ എനിക്ക് ഒക്കത്തില്ല. എനിക്കിഷ്ടം എൻ്റെ ഇഷ്ടത്തിൻ്റെ അടിമയാണ് ഞാൻ, അനിഷ്ടത്തിൻ്റെ അടിമയാണ് ഞാൻ. പക്ഷെ നമ്മളെന്ത് വിചാരിക്കുന്നേ? നമ്മൾ സ്വാതന്ത്ര്യമുള്ളവരെന്നാ വിചാരിക്കുന്നത്. നമ്മളെല്ലാം അടിമകളായ യഥാർത്ഥത്തിൽ. നമുക്ക് അവിടെ ഈ സ്വാതന്ത്ര്യം എപ്പോഴാണ് കിട്ടുന്നേ? നമ്മുടെ മനസ്സിനെ എനിക്ക് ഇഷ്ടമായാലും ഇഷ്ടമല്ലേലും എനിക്ക് ഒരേപോലെ മനസ്സിനി. അപ്പം ഞാൻ ഇതിൻ്റെ എല്ലാം ഉടമയാവും. അടിമയല്ല, ഇതിൻ്റെ എല്ലാം മാസ്റ്റർ ആവും ഞാൻ. ആ മാസ്റ്ററിങ് ആണ് സമചിത്തത. ഇപ്പം നമ്മൾ അടിമയാ. എനിക്ക് ഇതില്ലാതെ ഒക്കത്തില്ല. നമ്മളിങ്ങനെയൊക്കെ പറയുമെങ്കിലും ഓരോ സാരി അയ്യോ അതല്ലാതെ എനിക്ക് ഒക്കത്തില്ല, നമുക്ക് ഒക്കത്തില്ല. നമ്മൾ ഇതെനിക്ക് വേണം, ഇങ്ങനെ വേണം, ഇങ്ങനെ നിന്നാലേ എനിക്ക് സുഖമുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ദുഃഖമാണ്. നമ്മുടെ തന്നെ വാസനകൾ, ഓരോരുത്തരും അവരവരുടെ വാസനകളുടെ അടിമയാണ് നമ്മൾ. ശരിക്കും സൂക്ഷ്മമായിട്ട് ചിന്തിച്ചു നോക്കി. നമ്മൾക്ക് എന്തുവാ? ഞാൻ സ്വതന്ത്രമായി, എന്നെ ആരും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യും. ഇതൊക്കെയാ സ്വാതന്ത്ര്യം എന്ന് വിചാരിക്കുക. ഇത് സ്വാതന്ത്ര്യമല്ല. ഞാൻ എൻ്റെ ഇഷ്ടം അനുസരിച്ച് എൻ്റെ ഇഷ്ടത്തിൻ്റെ അടിമയാണ് ഞാൻ. എനിക്ക് അനിഷ്ടങ്ങളൊന്നും എനിക്ക് ഒക്കത്തില്ല. എൻ്റെ ആ ഇഷ്ടത്തിൻ്റെ അടിമയായിട്ട് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുക. നമ്മളൊരു അടിമയുടെ ഭാവത്തിലാണ്. പക്ഷെ നമ്മളെല്ലാം ഭയങ്കര സ്വാതന്ത്ര്യം ഉള്ളവരാണെന്നുള്ള ധാരണയിലിരിക്കും. ഇതെല്ലാം നമ്മുടെ ഒരു ഇല്യൂഷനാണ്. അപ്പം അജ്ഞാനം ഈ വാസന ഉളവാക്കുന്ന ഇംപെർഫെക്ഷൻ, അപരിപൂർണതാബോധത്തിന്റെ ഫലമായാണ് ബുദ്ധിയിൽ ആഗ്രഹങ്ങൾ ജനിക്കുക. നമ്മുടെ ഈ വാസന കാരണം എനിക്ക് ആഗ്രഹങ്ങൾ, എൻ്റെ ഈ കർമ്മഫലം എന്ന് പറഞ്ഞാൽ എന്തുവാ? എൻ്റെ അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള അനുഭവങ്ങൾ ഞാൻ അനുഭവിക്കണം. എനിക്ക് ഇഷ്ടങ്ങളുള്ള ചില ഇഷ്ടങ്ങളുണ്ട്, അത് അനുഭവിക്കാൻ വന്നിരിക്കുക. അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്ത് എനിക്ക് ഇഷ്ടം വേണം, നല്ലത് വരണം. അപ്പം ഞാൻ പ്രതീക്ഷിക്കാതെ തന്നെ എനിക്ക് ദോഷവും വരും. കാരണം ഞാൻ ദോഷം കൊടുത്തിട്ടുണ്ട്. ദോഷകർമ്മങ്ങൾ ചെയ്തെങ്കിൽ അതിൻ്റെ ഫലം എന്തുവാ? ദോഷഫലമാ. അത് ഞാൻ അനുഭവിക്കണം. എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടി അത് വന്നു ചേരും. എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്തു കൂട്ടും, എനിക്ക് ഇഷ്ടമില്ലാത്തത് എനിക്ക് വന്നു ചേരും. ഇത് രണ്ടും അനുഭവിക്കാൻ നമ്മൾ ചെയ്യുക. ഇതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? എൻ്റെ അജ്ഞാനം കൊണ്ടാണ്. അജ്ഞാനം എന്ന് വെച്ചാൽ എൻ്റെ കർമ്മഫലം അല്ലെങ്കിൽ വാസന. അപ്പോൾ ഇതൊക്കെ ഈ അജ്ഞാനം എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ എൻ്റെ വാസന എൻ്റെ കർമ്മഫലമാണെന്ന് നമ്മൾ അജ്ഞാനം എനിക്ക് അറിവില്ലായ്മയാന്നുള്ള രീതിയിൽ എടുക്കരുത്. അപ്പം ഈ അജ്ഞാനം കാരണമാണ് എനിക്കിത് ഉണ്ടാകുന്നത്, ഈ ആഗ്രഹങ്ങൾ, ബുദ്ധിയിൽ ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്. സമ്യജ്ഞാനം നേടി, സമ്യജ്ഞാനം എന്തുവാ? ശ്രേഷ്ഠമായ ജ്ഞാനം, ഈ ചൈതന്യത്തിനെക്കുള്ള അറിവ് നേടി അജ്ഞാനം നീക്കിയ സിദ്ധപുരുഷന്റെ ബുദ്ധിയിൽ അപരിപൂർണതാ ബോധത്തിന് സ്ഥാനമില്ല, ഇംപെർഫെക്ഷന് സ്ഥാനമില്ല. ഞാൻ ഈ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് ഞാൻ എപ്പോഴും മനനം ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ എന്തിന് സ്ഥാനമില്ലാതെ വരും? ഇംപെർഫെക്ഷൻ. ഞാൻ പതുക്കെ എൻ്റെ മനസ്സിങ്ങനെ ആ പെർഫെക്ഷനിലോട്ട് നീങ്ങും. ഈ പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൗതികത്തിൽ കാണുന്ന പെർഫെക്ഷൻ അല്ല, എൻ്റെ മനസ്സിന്റെ സ്വസ്ഥതയാണ് ഈ പരിപൂർണത എന്ന് പറയുന്നത്. ഇപ്പം നമ്മളെല്ലാവരും ജീവിക്കുന്ന എന്തിനാ? നമ്മുടെ സ്വസ്ഥതയ്ക്ക് വേണ്ടിയാണ്. നമ്മളെല്ലാവരും ഈ കഷ്ടപ്പെട്ട് ഇങ്ങനെ ജീവിതം കൊണ്ടുപോകുന്നത് എന്തിനാ? എല്ലാവർക്കും സ്വസ്ഥതയ്ക്കും സുഖത്തിനും വേണ്ടിയാ. പക്ഷെ നേരെ എതിരായിട്ടുള്ള ഒരു മാർഗത്തിലോട്ട് പോകുന്നതേ ഉള്ളൂ. നമ്മൾ അറിയാതെ ഇതിനെ സത്യങ്ങളെ തിരിച്ചറിയാത്തത് കൊണ്ട് നമ്മൾ ഈ പിന്നെയും പ്രശ്നങ്ങൾ, കർമ്മങ്ങൾ വഴി നമ്മൾ പ്രശ്നങ്ങൾ കൂട്ടുക. നമ്മൾ തന്നെ ഒരു വടിയെടുത്ത് നമ്മളെ അടിച്ചുകൊണ്ടിരിക്കുക. ഇത് നമ്മൾ അറിയുന്നില്ല. അപ്പം നമ്മുടെ നമ്മൾ ഈ സത്യങ്ങളെ ശാസ്ത്രങ്ങളിൽ കൂടോ ഗുരുക്കന്മാരിൽ കൂടോ അറിയുമ്പോഴേ എനിക്ക് ഈ സത്യങ്ങളെ തിരിച്ചറിഞ്ഞ് ഇതാണ് എൻ്റെ പരമാർത്ഥ സ്ഥിതിയും തിരിച്ചറിയുമ്പോൾ നമ്മൾ ഇതൊക്കെ പതുക്കെ മാറ്റങ്ങൾ സംഭവിക്കും നമ്മളിൽ. അപ്പം ഇങ്ങനെ ഒരു പെർഫെക്ഷനോട്ട് വരുന്ന ഈ ഈശ്വര ചിന്തയിലോട്ടോ അല്ലെങ്കിൽ ഞാൻ ഈശ്വരന്റെ അംശമാണെന്നുള്ള ഇതിലോട്ട് മനസ്സുറയ്ക്കും തോറും ആഗ്രഹങ്ങൾ ഉദിക്കാതെ നമുക്ക് പതുക്കെ എന്തിനു വേണ്ടി ആഗ്രഹം? എനിക്ക് സ്വസ്ഥതയ്ക്ക് വേണ്ടിയാ പക്ഷെ നമ്മൾ ഈ ആഗ്രഹത്തിന്റെ പുറകെ പോയി നമ്മൾ അസ്വസ്ഥരാകുക ചെയ്യുന്നത്. ഒരാഗ്രഹം സാധിച്ചു കഴിയുമ്പോഴത്തേക്ക് അടുത്ത ആഗ്രഹം വരും. അപ്പം പിന്നെയും പ്രശ്നം. അപ്പം ഈ രീതിയിലോട്ട് നമ്മൾ ഇതിനിടയ്ക്ക് ഈ സുഖം എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മൾ ഒരു കർമ്മം ചെയ്യുന്നു, നമുക്ക് സുഖം
ഈ സുഖാവസ്ഥ എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്ക് ഒന്ന് സൂക്ഷ്മമായിട്ട് ചിന്തിക്കണം. സുഖം എന്ന് പറഞ്ഞാൽ എന്തുവാ? എങ്ങനെയാ ഈ സുഖം കിട്ടുന്നേ? ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് എങ്ങനെയാ സുഖം കിട്ടുന്നേ? ചിന്തകൾ ഇല്ലാതിരിക്കുമ്പോഴാണ്. ആ, ചിന്തകളില്ലാതിരിക്കുമ്പോൾ. പക്ഷേ ചിന്തകളില്ലാതിരിക്കുന്നതിന് മ്പോഴാണ് ഈ സുഖം കിട്ടുന്നുള്ള ചിന്ത എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? എങ്ങനെ അത് പ്രൂഫ്? എങ്ങനെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും? ചിന്തകളില്ലാതിരിക്കുന്ന അവസ്ഥയാണ് നമുക്ക് സുഖം എന്ന് ചിന്തകൾ നമുക്ക് എങ്ങനെ ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കണം? ഇല്ലാത്തൊരവസ്ഥ സുഖം. എങ്ങനെ? നമുക്ക് യൂഷ്വലായിട്ട് എങ്ങനെയാ നമ്മുടെ ഒരു ആഗ്രഹം സാധിക്കുമ്പോൾ നമുക്ക് സുഖമില്ല, നമ്മളൊരു കാര്യം ഇപ്പൊ ഒന്ന് ഇല്ലയോ? നമുക്കൊരു ആഗ്രഹം ഉണ്ട്, ആ ആഗ്രഹം സാധിക്കുമ്പോൾ അത് നമുക്ക് സുഖം. കഴിയുമ്പോ അതിന്റെ ചിന്ത കുറയും. സുഖം ആ ആഗ്രഹം നടന്നില്ലെങ്കിലോ നമുക്ക് ദുഃഖമില്ലേ? സങ്കടം സങ്കടം, ദുഃഖം. ആഗ്രഹം ദുഃഖം. നടന്നാലോ? സങ്കടം വരും. ആഗ്രഹം നടന്നാൽ സന്തോഷം, സുഖം. നമുക്കൊരു നല്ല വീട് വെക്കണം, ജോലി കിട്ടി, കല്യാണം കഴിച്ച് ഒരു വീട് വെക്കണം, ഒരു കാറ് വാങ്ങിക്കണം. ഇങ്ങനെയൊക്കെ ഓരോ ഓരോ എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങൾ. വീട് വെക്കണം, നമുക്ക് ഓരോ ഇമാജിനേഷൻ, ഓരോ ഇതുണ്ട്. പല പല വീടുകൾ കണ്ടിട്ട് ഇതുപോലൊരു വീട് ഇങ്ങനെ ആ വീട് വെക്കണം. ആ വീട് വെക്കാൻ നമ്മുടെ സാലറി ഇതൊക്കെ നോക്കി, നമ്മുടെ പരിസ്ഥിതി നോക്കി ഏറ്റവും വലിയൊരു വീട് വെക്കും. നമ്മുടെ ഇമാജിനേഷനിൽ ഇങ്ങനെയാണ്, ഇങ്ങനെ അപ്പം അതിനുള്ള ഇതെല്ലാം നമ്മൾ ആ ഒരു ആഗ്രഹം വരുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ആ ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടി നമ്മൾ പല പല രീതിയിൽ ചിന്തിക്കണം. ഫൈനാൻസിന്റെ കാര്യം ആലോചിക്കണം, മറ്റേ ഇതെല്ലാം ഓരോ കാര്യങ്ങൾ അടുപ്പിക്കാനും ഇതിന്റെ പഞ്ചായത്തിൽ കൊടുത്ത് അപ്രൂവൽ വാങ്ങി ഇങ്ങനെ ആ വീട് പണിക്ക് വേണ്ടിയുള്ള പല പല ചിന്തകൾ നമ്മളിങ്ങനെ അലട്ടും വെച്ചാൽ ആ ചിന്തകൾ വരുമ്പോൾ തന്നെ ഇനി അതുണ്ട്, ഇനി ഇതുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ഒപ്പിക്കണം. നമ്മളിങ്ങനെ ആ ചിന്തകളിൽ കൂടെ ഇങ്ങനെ പല പല ചിന്തകൾ ചിന്തിച്ച് ഓരോ കർമ്മങ്ങൾ ചെയ്ത് നമ്മൾ പതുക്കെ പതുക്കെ വീട് കെട്ടി അവസാനം പാലുകാച്ചിന്റെ അന്ന് പാലുകാച്ചൊക്കെ ചെയ്ത് എല്ലാവരും കൊണ്ടുവന്ന് പ്രസന്റേഷനൊക്കെ ഇഷ്ടംപോലെ വന്ന് പൈസ എല്ലാം വന്നു. അന്ന് രാത്രിയിലോ എന്തൊരു സുഖമാ നമ്മുടെ സുഖത്തെ. അപ്പം അതുവരെ ഉണ്ടായ കഷ്ടതകളൊക്കെ ആ ചിന്തകളൊന്നും നമ്മൾ ആഗ്രഹം പൂർത്തീകരിക്കുന്ന സമയത്ത് നമുക്ക് ചിന്തകൾ മിനിമത്തിലാവുന്നു. അതുവരെയോ പല പല ചിന്തകളായിരുന്നു. പക്ഷെ ആ ചിന്തകളെല്ലാം കൂടെ ആ ചിന്തകൾ എന്തിനു വേണ്ടിയാ? ഓരോ കർമ്മം ചെയ്യാനാ. അത് വീട് കെട്ടാൻ വേണ്ടിയുള്ള ഓരോ കർമ്മത്തിന് വേണ്ടി പല പല രീതിയിൽ ചിന്തിച്ച് എങ്ങനെ വേണോ അങ്ങനെ വേണോ ഇങ്ങനെ വേണോ എല്ലാം ചിന്തിച്ച് നമുക്ക് സ്വസ്ഥതയില്ല. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് ആ ഒരു ആഗ്രഹം വീട് വെച്ചു, അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങിച്ചു, ആ ദിവസം നമുക്ക് ഇതെല്ലാം നമുക്കൊരു നമ്മൾ വിചാരിച്ചൊരു കാര്യങ്ങൾ നടന്നു. അപ്പൊ ഞാൻ അതുവരെ ഉണ്ടായിരുന്നുള്ള ചിന്തയുള്ളത് എൻ്റെ മനസ്സിലില്ല. അപ്പൊ എല്ലാം ആ ചിന്തകൾ അങ്ങ് മിനിമത്തിലായി. അപ്പൊ എനിക്കൊരു അന്ന് രാത്രി നല്ലപോലെ കിടന്നുറങ്ങും നമ്മൾ സുഖമായിട്ട്. കാരണം എന്താ, ചിന്തകൾ വളരെ കുറവാണ്. എന്നിട്ട് പിന്നോ ഒരു ആഗ്രഹം വീട് വെച്ച് കഴിഞ്ഞു, അല്ലെങ്കിൽ കാറ് വാങ്ങിച്ചു കഴിഞ്ഞു. എന്നിട്ട് അടുത്ത ഓരോ ദിവസം ആകുമ്പോഴോ വേറെ പ്രശ്നങ്ങളായി, വേറെ ആഗ്രഹങ്ങളായി. അപ്പം അല്ലെങ്കിൽ നമ്മുടെ പുതിയ കാറ് വാങ്ങിച്ചില്ല, അവിടെ നിന്ന് തട്ടി, ആ ഒരു സ്കൂട്ടർ ഒന്ന് ഇടിച്ചു, അപ്പോഴത്തേക്ക് നമുക്ക് ചേട്ടാ ഇത് പറ്റിയല്ലോ. നമുക്ക് അടുത്ത ചിന്തകളാണ്. ഇത് നമ്മൾ പൂജിച്ച് ശരിയായില്ലയോ, പൂജിച്ചില്ലയോ, അല്ലെങ്കിൽ ഓരോ തരത്തിലുള്ള ഒരു ശകുനോ ആണെങ്കിലും ദുശകുനോ ആണെങ്കിലും നമ്മൾ പല പല ചിന്തകൾ ഇങ്ങനെ. പിന്നെ ആ സുഖം അങ്ങ് പോയി. പിന്നെ ആ കാറ് വാങ്ങിച്ചപ്പോഴോ വീട് വെച്ചപ്പോഴോ ഉണ്ടായ സുഖം പിന്നെ ഓരോ ദിവസവും മാറി. പിന്നെ നമ്മൾ അടുത്ത പ്രശ്നങ്ങളിലോട്ട് പോയി ചിന്തകളാണ്. അപ്പം നമുക്ക് ആദ്യം സുഖം വന്ന് എപ്പോഴാ? ആ ചിന്തകൾ കുറഞ്ഞു വന്നു. അപ്പോഴാണ് എനിക്ക് സുഖം അനുഭവപ്പെടുന്നത്. അതുപോലെ നമ്മുടെ ഉറക്കത്തിൽ നോക്കി, നമ്മൾ എന്തെല്ലാം വലിയ പ്രശ്നത്തിൽ ഇരുന്നാലും നമ്മൾ ഒന്ന് ഉറങ്ങിക്കഴിയുമ്പോൾ ആ ഉറക്കത്തിൽ എനിക്ക് വല്ല ദുരിതമുണ്ടോ, വല്ല കഷ്ടപ്പാടും ഉണ്ടോ, വല്ല വിഷമ ചിന്തകളുണ്ടോ? സുഖമായിട്ടാണ് നമ്മൾ ഉറങ്ങുന്നത്. ഉറക്കത്തിൽ നമ്മൾ എഴുന്നേറ്റ് കഴിയുമ്പോൾ നല്ല സുഖം. പെട്ടെന്ന് നമുക്ക് ബോധം വരും, ഇന്നലെ എന്തെല്ലാം, ഇനി അതിന്റെ ബാക്കി ഉണ്ടല്ലോ. ഉടനെ അടുത്തതിലോട്ട് ഉടനെ ചിന്തകൾ വന്നു കഴിഞ്ഞതിന്റെ ബാക്കി ചിന്തകൾ അടുത്ത്. അപ്പോൾ ഉറക്കത്തിൽ നമ്മൾ സുഖമായിട്ടിരിക്കുന്നു, ചിന്തകളില്ല അവിടെ. അപ്പം നമ്മുടെ സുഖത്തിന്റെ ആധാരം എനിക്ക് മിനിമം ആ മനസ്സ് ചിന്തകളില്ലാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് എൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്വസ്ഥത എനിക്കുള്ളത്. അപ്പം നമ്മൾ അല്ലാതെ ജാഗ്രതയിൽ നമ്മൾ ഉണർന്നു നിൽക്കുന്ന സമയത്ത് നമ്മളിൽ പല പല ചിന്തകളാണ്, പാസ്റ്റും ഫ്യൂച്ചറുമാണ് മെയിനായിട്ട് നമ്മളെ ഹോണ്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ചിന്തകളാകുമ്പോൾ എൻ്റെ ജീവിതം എനിക്ക് സ്വസ്ഥതയില്ല. അതാ എൻ്റെ ദുരിതം. സ്വസ്ഥതയില്ലായ്മയാണ് നമ്മുടെ ദുരിതം. അല്ലെങ്കിൽ ആ വിശപ്പിന്റെയോ അല്ലെങ്കിൽ വസ്ത്രത്തെ ഇല്ലാത്തതിന്റെ വീടില്ലാത്തതിന്റെ ദുരിതമല്ല നമുക്ക്.
നമ്മുടെ മനസ്സിന്റെ ചിന്തകളാണ്. നമുക്കിങ്ങ് ചിന്തകളാണ്. പാസ്റ്റിനെ കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചും അങ്ങ് ചിന്തകളാണ്. ഇത് ദുരിതമായി. ഇത് കുറേയൊക്കെ നടക്കും, നടക്കത്തില്ല. അപ്പം പല വ്യക്തികളുമായിട്ടുള്ള നമ്മൾ അല്ലെ പറഞ്ഞു, നമ്മുടെ ശരീരത്തിനെ കൊണ്ടുള്ള പ്രശ്നങ്ങള്, നമ്മുടെ ശരീരമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ കൊണ്ടുള്ള പ്രശ്നങ്ങള്, നമ്മുടെ ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കളെ കൊണ്ട്, ജോലി, പണം, വസ്തു, ഇതുമായിട്ടുള്ള സംബന്ധപ്പെട്ട ഇങ്ങനെ പല പല ചിന്തകളാണ് നമുക്ക്. ഈ ചിന്തകൾ തന്നെ നമ്മുടെ ദുരിതം. അപ്പം നമ്മൾ ഈ ദുരിതത്തിൽ നിന്നൊക്കെ എനിക്ക് സ്വസ്ഥത വേണമെങ്കിൽ നമ്മൾ ഞാൻ ആരാണെന്നും ഞാൻ എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്നും ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? നമ്മൾ ഈശ്വരനിൽ ലയിക്കണം. ഇപ്പം നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ ചിന്തയുണ്ടോ നമ്മൾ ജീവിക്കുന്നത് ഈശ്വരനിൽ ലയിക്കാനാണെന്ന്? എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ഇങ്ങനെ പോയി അങ്ങ് മരിച്ചു പോകണം. ഇതാണ് നമ്മുടെ ചിന്ത. അധികം കഷ്ടപ്പെടാതെ ഇവിടുന്ന് അങ്ങ് പോകണം. ഇപ്പം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം നമ്മൾ അറിയുന്നില്ല. നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം വെച്ചാൽ എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്താന്ന് പോലും എനിക്കറിയത്തില്ല. ആരാ ഞാൻ? ശരീരമാ. എനിക്ക് ഇത്രയും ബുദ്ധിയേ ഉള്ളൂ, എനിക്ക് ഈ കഴിവേ ഉള്ളൂ. എനിക്ക് എത്രയോ പേർക്ക് നല്ല കഴിവ്, നല്ല ബുദ്ധിയാ. നമ്മൾ മറ്റുള്ളവരുടെ കഴിവിനും ബുദ്ധിയെ നോക്കിയിരിക്കും. ഇതിനെ നമ്മൾ അറിയുന്നില്ല. നമ്മളിൽ ഒരു ഈശ്വരനുണ്ടെന്നും ആ ഈശ്വരൻ തന്നെയാണ് വേറൊരാളിരിക്കുന്നതെന്നും നമ്മൾ അറിയുന്നില്ല. ഈ സത്യങ്ങളെയൊക്കെ തിരിച്ചറിയുമ്പോഴാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം അറിയാതിരിക്കുന്നു, എൻ്റെ യഥാർത്ഥ ജീവിത ലക്ഷ്യം അറിയാതിരിക്കുന്നു. ഇത് രണ്ടും നമ്മുടെ ദുരിതത്തിന് കാരണം. ഇത് രണ്ടും അറിഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ നമ്മുടെ ഈ ആഗ്രഹങ്ങളാണ് നമ്മളെ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളോട്ടാക്കുന്നത്. അപ്പോൾ അതിന്റെ അടുത്ത സെന്റൻസ് നോക്കിയാൽ അറിയാം. സമ്യജ്ഞാനം നേടി അജ്ഞാനം നീക്കിയ സിദ്ധപുരുഷന്റെ ബുദ്ധിയിൽ അപരിപൂർണത ബോധത്തിന് സ്ഥാനമില്ലാകയാൽ ആഗ്രഹങ്ങൾ ഉദിക്കുന്നതുമല്ല. അയാൾ ആഗ്രഹങ്ങൾക്ക് അതീതനായിത്തീരുന്നു. ആഗ്രഹത്തിന് കാരണം അജ്ഞാനമാണല്ലോ. ആഗ്രഹത്തിന് കാരണം എന്താ? നമ്മുടെ വാസനയാണ്. അജ്ഞാനമാണല്ലോ. അജ്ഞാനം വെച്ചാൽ നമ്മുടെ വാസന, കർമ്മഫലം കാരണമല്ലോ. കാര്യമായ ആഗ്രഹത്തിന്റെ അഭാവം കാരണമായ അജ്ഞാനത്തിന്റെ. അപ്പം ഈ കോസ് ആൻഡ് എഫക്റ്റ് അവിടെ പറയുന്നത്. കോസ് ആൻഡ് എഫക്റ്റ്, ഏത് ഒരു കോസ് ആൻഡ് എഫക്റ്റാ? കാര്യം എന്ന് വെച്ചാൽ എന്തുവാ? കാര്യം വെച്ചാൽ എഫക്റ്റാ. കാരണോ കോസ്. ഈ കാര്യം എഫക്റ്റ്, കാര്യമായ എഫക്റ്റായ ആഗ്രഹം ഇല്ലെങ്കിലോ ആ കോസിന് പിന്നെ നിലനിൽപ്പില്ല. ഈ എഫക്റ്റ് ഈ സത്യങ്ങൾ തിരിച്ചറിയുമ്പോൾ എനിക്ക് ആഗ്രഹങ്ങളിൽ നിന്ന് എനിക്ക് വലിയ വലിയ ആഗ്രഹങ്ങൾ ഇല്ലാതാവും. അതൊക്കെ അതൊക്കെ ഒന്നും ഇല്ലേലും അങ്ങ് നേടിയില്ലേലും ഒരു കുഴപ്പവും ഇല്ല. നമുക്കൊരവസ്ഥ വരും. ഈ സത്യങ്ങളെല്ലാം തിരിച്ചറിയുമ്പോൾ നമുക്കറിയാലോ, ഓരോന്ന് നേടിക്കഴിഞ്ഞാൽ സ്വസ്ഥതയുണ്ടെന്ന്. നമുക്ക് പണമെല്ലാം വന്നു ചേർന്നാൽ ഈ പണം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് പണം വരുംതോറും അവർക്ക് അവരുടെ ജീവിതം ദുരിതത്തിലായിക്കൊണ്ടിരിക്കുക. നമുക്കറിയാമല്ലോ, ഈ ശബരിമല കൊണ്ട് എന്തെല്ലാം ഇത്ര പേര് പണം ഉണ്ടാക്കി. അവർക്കിടെ എല്ലാം ജീവിതം സ്വസ്ഥമാണോ? അതാ ധർമ്മത്തിൽ കൂടെ അല്ലാതെ വരുന്നത്. എന്നുവെച്ചാൽ ധർമ്മത്തിൽ കൂടെ എന്ന് വെച്ചാൽ എന്തുവാ? എൻ്റെ കർമ്മം, ഞാൻ ധർമ്മത്തിലാണെങ്കിൽ എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷെ ഈ പണം സമ്പാദിക്കുന്നവരെല്ലാം ധർമ്മത്തിലാണോ? ധർമ്മത്തിലാണെങ്കിൽ നമുക്ക് ഇതുപോലെ പണം കൂട്ടാൻ പറ്റത്തില്ല. പണം ഇതുപോലെ കോടീശ്വരന്മാരാൻ ഒക്കത്തില്ല. നമ്മൾ ഷെയർ ചെയ്യേണ്ട. കൃഷ്ണന്റെ നമ്മൾ പോകപ്പോൾ നമ്മൾ അറിയും, നമുക്ക് കിട്ടുന്നത് നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല, നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഇത് ഉണ്ടാവണം. നമ്മൾ വരയ്ക്കുന്നതുവാ ഞാൻ സമ്പാദിക്കുന്നത് എൻ്റെ സ്വന്തമാണെന്നുള്ള ഒരു ധാരണ, ആ ഒരു ഉറച്ച ഇതെല്ലാം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വരുമ്പോൾ നമ്മുടെ ചിന്താഗതി മാറും. നമ്മൾ ഷെയർ ചെയ്യാൻ പഠിക്കും. ഏതും ഷെയർ ചെയ്യാൻ പഠിക്കും. നമ്മൾ പഠിച്ചതായാലും നമുക്കുള്ളതായാലും നമ്മൾ അതിനുള്ള മനസ്സ് ഇപ്പം നമുക്കില്ല. നമ്മൾ വേറൊരു അജ്ഞാനത്തിലായിരിക്കുന്നത്, ഞാൻ വാസനയിലായിരിക്കുന്നത്. എനിക്ക് ഇതൊക്കെ വേണം, എനിക്ക് അങ്ങനെ ആവണം, അങ്ങനെ എനിക്കിത് വേണം. ഈ കർത്തൃത്വ ഭോക്തൃത്വം, ഞാൻ ഇത് ചെയ്യുന്നു, ഇതിൻ്റെ ഫലം എനിക്ക് വേണം. ഈ ചിന്തയിലാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കോസ് ആൻഡ് എഫക്റ്റ്, കോസ് എന്ന് പറയുന്നത് എൻ്റെ അജ്ഞാനം വെച്ചാൽ എൻ്റെ വാസന. എഫക്റ്റോ അതിൽ നിന്ന് വരുന്ന എഫക്റ്റാണ് ആഗ്രഹം. നമ്മൾ ഈ സത്യങ്ങളൊക്കെ തിരിച്ചറിയും തോറും എനിക്ക് ആ ആഗ്രഹത്തിലോട്ട് എനിക്ക് വലിയ ആസക്തി ഇല്ലാതാവും. അതൊന്നും നടന്ന് ഒരു കുഴപ്പവും ഇല്ല, അങ്ങനെയൊന്നും ആയില്ലേലും നമുക്കൊരു ആഗ്രഹം. പക്ഷേ ഈ സത്യങ്ങളെ തിരിച്ചറിയുമ്പോൾ പതുക്കെ പതുക്കെ നമ്മൾ പിൻവലിയും. അപ്പം നമുക്ക് ഈ കൂടുതൽ ആഗ്രഹങ്ങൾ വരുമ്പോൾ കൂടുതൽ ദുരിതത്തിലോട്ട് ഞാൻ നീങ്ങുക. അപ്പം നമ്മുടെ ഈ എഫക്റ്റ് മാറുമ്പോഴത്തേക്ക് അതിൻ്റെ കാരണമായ അജ്ഞാനത്തിന്
അജ്ഞാനത്തിന്റെ അസ്തമയം, ചില അജ്ഞാനത്തിലെ എൻ്റെ വാസനകൾ കുറയും, ഡിമിനിഷ് ആകും. അത് അജ്ഞാനത്തിന്റെ അസ്തമയത്തെ എന്നുവെച്ചാൽ ബ്രാക്കറ്റ് ഇട്ടേക്കുന്നുണ്ടല്ലോ, ജ്ഞാനത്തിന്റെ ഉദയം. അവിടെ എനിക്ക് ആ ഈശ്വരനുമായിട്ടുള്ള ആ സിംഗ്രണൈസേഷൻ വന്നുകൊണ്ടിരിക്കും. അതെന്റെ മനസ്സിന് ഈ ഈശ്വരനുമായിട്ടുള്ള ആ താതാത്മ്യമാണ് എൻ്റെ സ്വസ്ഥത, ആ സമാധാനം അതാ. അപ്പം അത് പതുക്കെ വരാൻ തുടങ്ങും. ആഗ്രഹങ്ങളുടെ അഭാവം മാത്രമാണോ പരിപൂർണതയുടെ ലക്ഷണം? അടുത്ത ചോദ്യം കണ്ടില്ലയോ? ഈ ആഗ്രഹങ്ങൾ ഇല്ലാതിരിക്കുന്നതാണോ പെർഫെക്ഷന്റെ ഒരു ബേസ്മെന്റ് ചോദിക്കുക. ആഗ്രഹിക്കാൻ പോലും കഴിവില്ലാത്ത ഒരു ജാഡ്യാവസ്ഥയാണോ ബ്രഹ്മനിഷ്ഠ? കേട്ടോ, ഇതൊക്കെ നമ്മളെ തന്നെ നമ്മൾ ഇതിനെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓരോന്ന് പോകുന്നത്, അല്ല ചുമ്മാതെ പഠിക്കുമല്ല. ഈ ആഗ്രഹിക്കാൻ പോലും കഴിവില്ലാത്ത ഒരു ജാഡ്യാവസ്ഥയാണോ ബ്രഹ്മനിഷ്ഠ? എങ്കിൽ അഭിലഷണീയമല്ലാത്ത അതിനെ വിവേകികൾ ആരെങ്കിലും ശ്രമിക്കുമോ? ഇന്നത്തേക്കാൾ മെച്ചപ്പെട്ട ഒരവസ്ഥ മുന്നിൽ കാണാനും കൈവരിക്കാനുമുള്ള ബുദ്ധിയുടെ കഴിവാണല്ലോ ആഗ്രഹത്തിൽ പ്രകടമാവുന്നത്. ബ്രഹ്മനിഷ്ഠ കൈവന്നാൽ ഈ കഴിവ് പോലും ഇല്ലാതാവുമല്ലോ എന്നാണ് ശങ്കയെങ്കിൽ അതിനെ പരിഹരിക്കുന്നു. ആത്മാനന്ദരസലാഭത്താൽ മറ്റൊന്നിൻ്റെയും അപേക്ഷയില്ലാതെ തന്നിൽ തന്നെ സന്തുഷ്ടനായിട്ടാണ് ബ്രഹ്മനിഷ്ഠൻ. ആത്മനാതുഷ്ട. അതുകൊണ്ടാണ് എന്നുവെച്ചാൽ എന്തുവാ, നമ്മളെല്ലാവരും എന്തിനാ ഈ കർമ്മത്തെ ചെയ്യുന്നതിനാ? ഇന്നത്തേക്കാൾ മെച്ചപ്പെട്ട ഒരു നില ഉണ്ടാവണം എനിക്ക്. ഈ എന്തോ നിലയാ അത്? നാം ഇന്നത്തേക്കാൾ മെച്ചപ്പെട്ട, ഇപ്പം ഞാൻ ദുരിതത്തില്ല, എനിക്ക് കൂടുതൽ പണം സമ്പാദിച്ച് ഞാൻ സ്വസ്ഥമാവണം, എനിക്ക് നല്ല സുഖം വരണം, സ്വസ്ഥത വരണം. ഇതാണ് നമ്മുടെ എയിം, ഇല്ലയോ? നമ്മളെല്ലാവരും എന്തിനാ ഇങ്ങനെ ഈ പ്രവർത്തിക്കുന്നത്? ഓരോ ആഗ്രഹങ്ങൾ എന്തിനു വേണ്ടി നിർത്തി? നമ്മുടെ മെയിൻ എയിം എന്താ? ഇതെല്ലാം ചെയ്ത് എനിക്ക് വളരെ അസ്വസ്ഥനാവണം, ഏറ്റവും പ്രശ്നം ഉണ്ടാവണം എന്നാണോ നമ്മൾ ചിന്തിക്കുന്നേ? എനിക്ക് നല്ല സുഖം വരണം, സ്വസ്ഥമാവണം ജീവിതം. ഇതാണ് നമ്മുടെ എല്ലാ ആഗ്രഹം. അതിനുവേണ്ടിയാണ് നാം പ്രവർത്തിക്കുന്നത്. എന്തുകൊണ്ടാണ് ഒരു ബ്രഹ്മനിഷ്ഠൻ ഈ ആഗ്രഹങ്ങളിൽ പിൻവലിയുന്നേ? എനിക്ക് നമ്മുടെ എയിം എന്തോ? ഇപ്പം എനിക്ക് സ്വസ്ഥതയും അത് എന്നിൽ തന്നെ ഞാൻ കണ്ടെത്തുമ്പോൾ പിന്നെന്തിനാ ഇതിനൊക്കെ പോകുന്നേ? അനാവശ്യമായിട്ടുള്ള ഈ വലിച്ചു വാരി കൂട്ടാൻ എന്തിനാ എത്ര ആവേശം കാണിക്കേണ്ട കാര്യം എന്തുവാ? എനിക്ക് സ്വസ്ഥത ഞാൻ തന്നെ എന്നിൽ ഉളവാകുമ്പോൾ ഞാൻ ഇതിന്റെ പുറയിലൊന്നും, ഈ ലോകത്തിലെ കാണുന്ന അട്രാക്ഷനിന്റെ പുറയിലൊന്നും ഞാൻ ഓടത്തില്ല. എന്നിൽ തന്നെ ഈ സത്യങ്ങളെ തിരിച്ചറിയുമ്പോൾ എന്നിൽ തന്നെ ഒരു സുഖാവസ്ഥ ഉണ്ടാവുന്നു, സ്വസ്ഥമാവുന്നു എൻ്റെ ജീവിതം. പിന്നെന്തിന് ഞാൻ ഇങ്ങനെ കിടന്നു പോയി കഷ്ടപ്പെട്ട് ദുരിതത്തിലോട്ട് പോകണം? നമുക്ക് ഈ തിരിച്ചറിവുണ്ടാവും. അതാണ് ഈ പറയുന്നത്. ഈ ബ്രഹ്മനിഷ്ഠ കൊണ്ട് നമ്മളെന്ത് വിചാരിക്കുന്നേ? ഒരു മണവും ഗുണവും ഇല്ലാത്ത ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയി സന്യാസമായിട്ട് ജീവിതം ഈശ്വരനെ വഹിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അയാൾക്ക് എന്തോ ഗുണമായി, ഈ സമൂഹത്തിന് എന്തോ ഫലമാ. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഓരോ സന്യാസിമാരൊക്കെ ഹിമാലയത്തിലൊക്കെ പോയിരുന്നിരുന്നു, അവരവിടെയൊക്കെ ഇരുന്ന് ഇങ്ങനെ വെച്ചിട്ട് ആർക്ക് എന്തോ ഗുണം? നമുക്ക് വെളിയിൽ നിന്ന് കാണുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ തോന്നും. ഈ ഓരോരുത്തരുടെയും നമുക്കറിയാമല്ലോ, ഓരോ നിങ്ങളുടെയൊക്കെ അനുഭവങ്ങൾ നല്ല അതാ പറഞ്ഞു. ഇതിനകത്തിൽ ആദ്യമേ പറഞ്ഞു, കപട ഗുരുക്കന്മാരെയും മറ്റൊരു തിരിച്ചറിയാനുള്ളത്. നമ്മളെ കപട ഗുരുക്കന്മാരുടെ പോയാൽ നമുക്ക് കിട്ടില്ല. യഥാർത്ഥത്തിലുള്ള ഈ സന്യാസിവര്യന്മാരുടെ അടുത്തൊക്കെ പോയാൽ നമ്മൾ ഒന്നും സംസാരിക്കണ്ട, നമുക്ക് തന്നെ ഒരു സ്വസ്ഥതയും സമാധാനവും അവിടെ ഫീൽ ചെയ്യും. നമ്മുടെ എല്ലാ അനുഭവം ഉണ്ട്. അങ്ങനെ കുറെ പേർക്കെങ്കിലും തീർച്ചയായിട്ടും അനുഭവമുണ്ട്. ഇതിലോട്ട് മനസ്സ് വന്നവർക്ക് അത് അനുഭവം ഉണ്ടാവും. ഇല്ലാത്തവർക്കോ ചുമ്മാ അവിടെ പോയിരുന്നിട്ട് ഇതിനെ ഈ കലാഭവൻ മണി ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരാള് ഇവിടെ നല്ല പ്രവൃത്തികളൊക്കെ ചെയ്ത അയാൾക്ക്, നമ്മുടെ നല്ല പുണ്യപ്രവൃത്തികളൊക്കെ ചെയ്താൽ നമുക്ക് സ്വർഗം കിട്ടും, പാപപ്രവൃത്തികൾ ചെയ്താൽ നരകവും കിട്ടും. അങ്ങനെ നല്ല സദാചാരിയായിട്ടിരുന്ന ഒരാൾക്ക് മരണശേഷം സ്വർഗത്തിലോട്ട് ചെല്ലുമ്പോഴോ അയാൾ നല്ല സദാചാരിയായിരുന്ന, നല്ല പുണ്യകർമ്മങ്ങൾ ചെയ്ത ഒരാളാ. നിങ്ങൾക്കറിയാവോ ഈ കഥ? കലാഭവൻ മണി ഒരിടത്ത് പറഞ്ഞതാ. പക്ഷെ വളരെ ശരിക്കും നമ്മളെ ചിന്തിപ്പിക്കുന്നതാ. സ്വർഗത്തിലോട്ട് നോക്കുമ്പോൾ അവിടെ ആരുമില്ല, വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അവിടെ ഭയങ്കര ഒരു ശബ്ദവും ഇല്ല, ഒരു അനക്കവും ഇല്ല. എല്ലാവരും ചിലരൊക്കെ അവിടെ ഇവിടെ നിന്ന് വളരെ സ്വസ്ഥമായിട്ടൊക്കെ ഇരിക്കുന്നു. അതിന് തൊട്ടപ്പുറത്ത് നരകമുണ്ട് അവിടെ. അപ്പോൾ അവിടെ ഭയങ്കരമായിട്ട് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് ജീവിക്കുക. വെളിയിൽ എല്ലാവരും ആട്ടും പാട്ടും ഭയങ്കര എൻജോയ്മെന്റ് വെളിയിലേ കാണാം. അത് നരകം. ഇവിടെ ഒരു എൻജോയ്മെന്റും ഇല്ല, ആളും അനക്കവും ഇല്ല. ചിലർ കുറെ പേരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്, അവരൊക്കെ ധ്യാനത്തിലൊക്കെ ഇങ്ങനെ ഇരിക്കുക. അന്നേരം ഈ വന്ന ആൾ വിചാരിക്കും, ഞാൻ ഇത്രയൊക്കെ നല്ല കർമ്മങ്ങൾ ചെയ്ത് സ്വർഗത്തിൽ വന്നത്
ഇങ്ങനെ വന്ന് ചുമ്മാ ഇരിക്കാനാണ്. എനിക്ക് സ്വർഗം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്തുവാ, അവിടെ നല്ല സുഖമാണ്, അങ്ങനെയാണ് ഇല്ലയോ? നമ്മുടെ സ്വർഗത്തിനെ കുറിച്ച് വെച്ചാൽ വളരെ ഒരു ഭയങ്കര നല്ല സ്വർഗത്തിലോട്ട് പോകും എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ട ഒരു വലിയൊരു നല്ലൊരു അവസ്ഥ, നമ്മൾ ഇമാജിൻ ചെയ്യുന്ന ഒരു സന്തോഷാവസ്ഥ. അവിടെ കാണുമ്പോൾ ഈ ഉണ്ട് നരകത്തിലോട്ട് പോകുന്നു. അവിടെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും, അത് നരകം. ഇതിനപ്പം ചുമ്മാ ഈ സ്വർഗം വേണ്ട, എനിക്ക് നരകത്തിലോട്ട് പോകാം, എന്തായാലും സൂഹിക്കണമല്ലോ, നമ്മൾക്ക് സ്വർഗം സൂഹിക്കാനുള്ളതാണല്ലോ. അപ്പോൾ ആ നരകത്തിലോട്ട് അവർ വരുമെന്ന് പറഞ്ഞ് അവരെ ക്ഷണിച്ചുകൊണ്ട് പോയി ഈ തിളച്ച എണ്ണയിലോട്ട് ആ പാമ്പുടെ ഇടയ്ക്കോട്ടൊക്കെ ഇടുന്നേ. അതെന്തെങ്കിലും ചെയ്യുന്നേ? നിങ്ങൾ എന്നാൽ ശരിക്കും എൻജോയ് ചെയ്യുമല്ലേ, എന്നെ എന്തെങ്കിലും ഇവിടെ കൊണ്ടിടുന്നേ? അത് ഞങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റാണ്, നരകത്തിൻ്റെ അഡ്വർടൈസ്മെൻറ്റാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതുപോലാണ് നമ്മൾ ഈ ലോകത്തിൽ കാണുന്ന അട്രാക്ഷൻസിന്റെ പുറയിൽ ഇങ്ങനെ പോയി പോയി ആലോചിച്ച് നോക്കുക. ഈ ലോകത്തിൽ കാണുന്ന എന്തെല്ലാം സുഖങ്ങളും നമ്മുടെ ഇന്ദ്രിയ സുഖങ്ങളുടെ എല്ലാ പല തരത്തിലുള്ള സുഖത്തിന്റെ എല്ലാം ഉണ്ട്. നമ്മൾ ഇതിൻ്റെയൊക്കെ പുറകെ പോയാലോ നമുക്ക് തീർച്ചയായിട്ടും നരകത്തിലോട്ടുള്ള ശരിക്കുമുള്ള അനുഭവം വരും. ഇതേപോലെ ഇതൊരു പരമാർത്ഥമല്ലയോ? നമ്മളെ എന്തെല്ലാം രീതിയിൽ നമ്മളെ അട്രാക്ട് ചെയ്യാനുണ്ട്, നമ്മുടെ വെളിയിലുള്ള കാണുന്നതെല്ലാം. ഇതിൻ്റെയൊക്കെ പുറകെ പോയാൽ, നമ്മൾ ഈ സുഖത്തിൻ്റെ പുറകെ പോയാൽ നമുക്ക് സുഖമാണോ സ്വസ്ഥതയാണോ കിട്ടുന്നത്? നരകമാണോ? നരകം മീൻസ് അസ്വസ്ഥതയും ദുഃഖവുമാണ്. നമ്മുടെ ജീവിതം നശിക്കുകയല്ലേ. എത്രയോ പേരുടെ അനുഭവങ്ങൾ നമുക്കറിയാം. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇതിനെയൊക്കെ ഈ സത്യങ്ങളെ തിരിച്ചറിഞ്ഞാൽ ഈ വാസന കാരണമാണിതെല്ലാം. ഈ വാസന അഴുക്കാണ്. നമ്മൾ എൻ്റെ നല്ല ശീലങ്ങളാണ്, ഈ നല്ല ശീലം പോലും ഒരു അഴുക്കാണ്. എനിക്ക് എന്നിൽ ഈശ്വരനോട്ട് പോകാൻ അത് തടുക്കും എന്നെ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ജീവിതത്തിനെ മനസ്സിലാക്കിയാൽ നമുക്ക് ഈ സ്വസ്ഥമായിട്ടുള്ള ഒരു സ്റ്റേറ്റിലോട്ട് മൈൻഡിന് പോകാൻ പറ്റും. അപ്പം ബ്രഹ്മനിഷ്ഠ എന്ന് വെച്ചാൽ ആത്മസാക്ഷാത്കാരം നേടുക വെച്ചാൽ ഒരു ജാഡ്യാവസ്ഥയല്ല, ഒരു ഉദാസീനം അല്ല. നമുക്ക് പരമമായ ശാന്തതയും സ്വസ്ഥതയും സമാധാനവും കിട്ടുന്ന ഒരു സ്റ്റേറ്റ്. അതിനുവേണ്ടി എല്ലാവരും പ്രയത്നിക്കുന്നത്. പക്ഷേ നേരെ എതിർ വിപരീത ദിശയില. എന്തുകൊണ്ടാണ് അതിങ്ങനെ ചെയ്യുന്നേ? അജ്ഞാനം എന്നുവെച്ചാൽ എൻ്റെ വാസന, ഈ എന്നിലുള്ള ഈശ്വര ചൈതന്യത്തിനെ നമ്മളും അറിയുന്നില്ല. ആ ഈശ്വര ചൈതന്യത്തിലോട്ട് ഞാൻ ലയിച്ചു കഴിഞ്ഞാൽ എനിക്ക് പരമമായ സുഖം. അതുകൊണ്ടാണ് ഈ ഞാൻ എന്നിൽ തന്നെ രമിക്കണം. ഞാൻ എന്നിൽ തന്നെ രമിക്കണം എന്ന് പറഞ്ഞാൽ എന്തുവാനർത്ഥം? എന്നിൽ ഈ ഒരു ഈശ്വരനുണ്ട്. ആ ഈശ്വരനെ തിരിച്ചറിഞ്ഞാൽ ആ ഈശ്വരനിലോട്ട് ലയിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെളിയിലോട്ട് എങ്ങും പോകേണ്ട കാര്യമില്ല. അപ്പം ഈ ആ ആത്മനിഷ്ഠൻ, ആ ഒരു ആത്മസാക്ഷി സ്വയം രമിക്കുകയാണ്. അല്ലാതെ അയാളൊരു ഈ പ്രപഞ്ചത്തിലെ ഒരു എന്തുവാൻ പറഞ്ഞത് നേരത്തെ എഴുതിക്കുന്നത് ഒരു ജാഡ്യാവസ്ഥ വെച്ചാൽ ഒരു നിഷ്ക്രിയാവസ്ഥ അല്ലത്. അവിടെ ഞാൻ പരമാനന്ദ സുഖം, ദറ്റ് ഈസ് അൾട്ടിമേറ്റ് ശാന്തത, സ്വസ്ഥത ഞാൻ അനുഭവിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ പുറയിൽ ആഗ്രഹങ്ങളില്ലാത്ത ഒരു പരമാത്മ ജ്ഞാനം നേടിയ ഒരാൾക്ക് ഈ ഭൗതികമായ ആഗ്രഹങ്ങളില്ലാത്തതിൻ്റെ കാരണം ഈ എന്തിനു വേണ്ടി ഈ ആഗ്രഹങ്ങളൊക്കെ? എൻ്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടിയാ. പക്ഷേ എന്നെ ഈ ദുരിതത്തിലോട്ട് കൊണ്ടുപോകുന്നതാണ് ആഗ്രഹങ്ങൾ. അതെൻ്റെ അഴുക്കാണ്. അതിനെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് പിൻവാങ്ങിയാൽ ഞാൻ എന്നിൽ തന്നെ രമിക്കാൻ തുടങ്ങി. എന്നിലുള്ള ഈശ്വര ചൈതന്യത്തിൽ തന്നെ ഞാൻ രമിക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് സ്വസ്ഥത അനുഭവപ്പെടും. അതാണ് ആ പാരഗ്രാഫ് പറയുന്നത്. ഇതിൻ്റെ അടുത്ത പാരഗ്രാഫ്, ബാല്യദശയിൽ വിലമതിക്കാൻ കഴിയാത്ത സമ്പത്തെന്ന പോലെ കരുതിയ കളിക്കോപ്പുകൾ കൗമാരദശയിൽ വിലയില്ലാത്തവയായി മാറുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിരുന്ന വസ്തുക്കൾ യൗവനദശയിൽ ഇഷ്ടമല്ലാതാവുന്നു. നമുക്കറിയാലോ, കൊച്ചുകളിലേക്ക് കളിക്കുമ്പോഴേ നമുക്ക് ആ ഏജിലൊക്കെ ചില പാവകളോടോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും. കൊച്ചുങ്ങളിലൊക്കെ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരിക്കും. കൊടുക്കത്തില്ല, മറ്റേ കൊച്ചുങ്ങൾ കുറച്ച് വളർന്നു കഴിഞ്ഞാലോ പ്രായപൂർത്തിയായാലോ പിന്നെ ആ പാവയും പിടിച്ചുകൊണ്ടിരിക്കുമോ? പിന്നെ വേറെ പിടിക്കും. അതൊക്കെ മാറി, ആ ഇഷ്ടങ്ങളൊക്കെ മാറി. നമ്മുടെ ഇതനുസരിച്ച് ഓരോ ഈ പരിവർത്തനം ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്, ഭൗതികമായും സംഭവിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ സത്യങ്ങളെ തിരിച്ചറിഞ്ഞാലോ നമ്മൾ ആവശ്യമില്ലാത്ത ഈ വാസനയിൽ രമിച്ച് നടക്കത്തില്ല, നമ്മുടെ ഇഷ്ടങ്ങളിൽ രമിച്ച് നടക്കത്തില്ല. നമ്മൾ ഇഷ്ടങ്ങളെന്ന് പറഞ്ഞാൽ എന്തുവാ? എൻ്റെ ഇന്ദ്രിയ സുഖങ്ങളാണ്. അതിൽ രമിക്കാതെ ഞാൻ എന്നിലുള്ള ഈശ്വരൻ ചൈതന്യത്തിൽ രമിക്കാൻ തുടങ്ങും. അതാ നമ്മുടെ ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട്, ഒരു സിനിമയിലെ ഉർവശി ഒരു സിനിമയിൽ ഏതാണ്ട് ഒരു സാധനം കാണുന്നു, എനിക്ക് വിലപ്പെട്ട ഒത്തിരി വസ്തുക്കളുടെ ഒരു പെട്ടി കാണുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ പെട്ടി അവസാനം എടുത്ത് നോക്കുമ്പോൾ കൊച്ചിലടിച്ച കല്ലുകൾ, കുപ്പിവളകൾ എടുത്തു വെച്ച് ഇതൊക്കെ ആ എന്ന് പറയുന്ന പോലെ ആ മനസ്സ് അതേപോലെ നിൽക്കുകയാണ്. ആ ഒരു മെച്ചുവറായിട്ടും മനസ്സ് അതേ കൊച്ചിലെ മനസ്സ് എന്ന് പറയുന്ന പോലെയാണ് നമ്മൾ ഇത്രയും വയസ്സായെങ്കിലും നമ്മളിലെ കൊച്ചു പിള്ളേരുടെ കൂട്ട ഈ നമ്മൾ ചുറ്റും കാണുന്നതിനെ കയറി പിടിച്ചിങ്ങനെ അത് മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക.
ഇതിനെക്കാട്ടി വിലപ്പെട്ട എന്തോ ഒന്ന് നമ്മുടെ ഉള്ളിലുണ്ട്, അതിനെ തിരിച്ചറിയാതെ നമ്മൾ ഈ കൊച്ചു കൊച്ചു കല്ലുകളും പറഞ്ഞുകൊണ്ട് കളിപ്പാട്ടങ്ങളും പോലെ നമ്മൾ ഈ ഇന്ന് കാണുന്ന നമുക്കുള്ള കളിപ്പാട്ടങ്ങളെ വലിയവർക്കുണ്ടാവുന്ന കളിപ്പാട്ടങ്ങൾ എന്തുവാ? ഇന്നത്തെ സുഖത്തിൻ്റെയോ ആർഭാടത്തിൻ്റെയോ ഒക്കെ പേരിൽ നമ്മൾ അതിനെ പിടിച്ചുകൊണ്ടിരിക്കുക. നമ്മളിൽ തന്നെ ഇതിനെക്കാട്ടി വില പിടിപ്പുള്ള എത്രയോ വസ്തുക്കളുണ്ട്. ആ ചൈതന്യം നമ്മളിലുണ്ട്, ആ ഒരു വസ്തുഭാവം, അതിനെ നമ്മൾ അറിയുന്നില്ല. ഇത് നമ്മുടെ ആ ഭൗതികമായിട്ടുള്ള നമ്മൾ ഓരോന്നിനെയും വിടുന്നുണ്ട്. പക്ഷേ അതേപോലെ നമ്മൾ ഈ സത്യങ്ങളെ തിരിച്ചറിഞ്ഞാലോ അതിനെയെല്ലാം വിട്ട് അതിനെക്കാട്ടി ഏറ്റവും വിലപ്പെട്ട ഒരു വസ്തു നമ്മളിലുണ്ട്, ഒരു ചൈതന്യം നമ്മളിലുണ്ട്. അതിൽ രമിക്കാൻ തുടങ്ങും. അപ്പോൾ എൻ്റെ മനസ്സ് ഉയർന്നുകൊണ്ടിരിക്കും. എൻ്റെ നല്ലൊരു ജീവിത സാഹചര്യം എനിക്കുണ്ടാവും. ഈ ജീവിത സാഹചര്യം എന്ന് വെച്ചാൽ എന്താ? നല്ല സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവും. അങ്ങനെ അൾട്ടിമേറ്റ്ലി നമ്മൾ അവസാനം ഈ എൻ്റെ ജന്മങ്ങൾ ഉയരാൻ തുടങ്ങും. ഇപ്പം ഈ നമ്മൾ ഇന്ന് ജനിച്ച സാഹചര്യത്തിലായിരിക്കത്തില്ല ഈ കർമ്മഫലം ഉണ്ടെങ്കിൽ പോലും ആ കർമ്മഫലത്തിൻ്റെ നേർത്ത ഭാവത്തിൽ നിന്ന് വരുമ്പോൾ ഇതുപോലുള്ള ദുരിതമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്ന് പിറക്കത്തില്ല. എത്രയോ ആത്മീയമായിട്ടുള്ള സാഹചര്യങ്ങളിൽ പോയി പറഞ്ഞ് പിന്നെ അവിടുന്ന് ഉയരാൻ ശ്രമിച്ച് അവസാനം മോക്ഷത്തിലോട്ട് പോകും, ഈ ജന്മം സാധിച്ചില്ലെങ്കിൽ കൂടി. അജ്ഞാന ദിശയിൽ ശരീര മനോബുദ്ധികളിൽ അഭിമാനിച്ച് ഒരു പരിമിത വ്യക്തിയാണ് താനെന്ന് അജ്ഞാന ദിശയിൽ നമ്മൾ വാസനയിൽ ഇരിക്കുന്നിടത്തോളം കാലം ശരീര മനസ്സ് ബുദ്ധി 3 ലെവലിലാണ് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ. നമ്മൾ ശരീരത്തിൻ്റെ ലെവലിലുണ്ടെന്നുണ്ട്, മനസ്സിൻ്റെ ലെവലിലുണ്ട്, ബുദ്ധിയുടെ ലെവലുണ്ട്. ഈ 3 ലെവലേ നമുക്കറിയാവൂ. വേറെ ലെവലുണ്ട്, ആധ്യാത്മിക ലെവൽ, നമ്മളിലുള്ള ഈശ്വര ചൈതന്യം. അതാണ് വിവേകം, ധർമ്മം. അജ്ഞാനദശയിൽ നമ്മൾ വാസനയിൽ ഇരിക്കുന്നിടത്തോളം കാലം നമ്മുടെ ശരീരം, മനസ്സ്, ബുദ്ധികളിൽ അഭിമാനിച്ച്, ഈ ശരീര മനോബുദ്ധികൾ അഭിമാനിക്കുന്നത് എങ്ങനെയാ? ശരീരത്തിൻ്റെ ജയവും പരാജയവും, മനസ്സിൻ്റെയോ ലാഭവും നഷ്ടവും, ബുദ്ധിയുടെയോ നമ്മൾ ഇന്നലെ 3 ദ്വന്ദ്ങ്ങൾ പറഞ്ഞല്ലോ. സുഖദുഃഖം. മനസ്സിന്റെ സുഖവും ദുഃഖമാണ്, ശരീരത്തിന്റെ വിജയവും പരാജയമാണ്, ബുദ്ധിയുടെ ലാഭനഷ്ടമാണ്. ലാഭമായി പോയി, നഷ്ടമായി പോയി. നമ്മൾ ലാഭവും നഷ്ടവും കണക്കൂക്കുന്ന ബുദ്ധിയില്ല. മനസ്സോ സുഖവും ദുഃഖവുമാണ് മനസ്സിന്. ശരീരത്തിനോ ഞാൻ വിജയിച്ചു, ഞാൻ ചെയ്തു, ഞാൻ ഹാർഡ് വർക്ക്, ഞാൻ വിജയിച്ചു, ഞാൻ പരാജയപ്പെട്ടു. നമ്മൾ ഈ 3 ലെവലിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇതിൽ അഭിമാനിച്ച് ഇതിൽ പരിമിത വ്യക്തി, ഞാൻ ലിമിറ്റഡ് ആണ്, എനിക്ക് ഇത്രയൊക്കെ കഴിവുള്ളൂ. നമ്മളെല്ലാത്തിനും നമ്മൾ തന്നെ പിറ്റിയാണ്, നമ്മുടെ അവസ്ഥ പിറ്റിയാണ്, സെൽഫ് പിറ്റിയാണ് നമ്മളെല്ലാം കാണിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവർ എത്ര കണ്ടോ അവരൊക്കെ എങ്ങനെയല്ല, നമ്മളേക്ക് എല്ലാം കമ്പാരിസനാണ്. നമ്മൾ സെൽഫ് പിറ്റിയായിട്ടിരിക്കുന്നത് താണ്ടി ആ പരിമിതമായ വ്യക്തിയാണ് താൻ കാര്യം ജീവിക്കുമ്പോൾ ഇന്ദ്രിയ വിഷയങ്ങളിൽ അഭിനിവേശവും ആശയ ആദർശങ്ങളിൽ ആവേശവും. അപ്പം നമുക്ക് ചില വിഷയങ്ങളുണ്ട്, നമുക്ക് ചില വിഷയങ്ങളോട് ഇഷ്ടമാണ്, അതിലോട്ട് ആസക്തി, അഭിനിവേശിച്ചാൽ ആസക്തി, അങ്ങനെ വേണം എന്നുള്ളൊരു ആസക്തി ഉണ്ടാകുന്നു. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഓരോരുത്തരും ഞാനിങ്ങനെയാണ്, ഓരോരുത്തർക്കും ഓരോ ആദർശങ്ങളുണ്ട്. അതൊക്കെ ഓരോരുത്തർക്കും ഓരോ ശരികളുണ്ട്. അതാണ് എൻ്റെ ശരിയാണ് എനിക്ക് ഏറ്റവും വലുത്. അപ്പം ഇതിനെയൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ആവേശവും ഉണ്ടാവും. ശരീരാഭിമാനം ജീവനാണ് വിഷയങ്ങൾ ഗ്രഹിക്കുന്നത്. ജ്ഞാനം ഉണ്ടാകുമ്പോഴോ ജ്ഞാനോദയത്തിൽ ശരീരാഭിമാനം വെടിഞ്ഞ് ജീവൻ ശിവനായിത്തീരുന്നു. നമ്മൾ ഈ ശിവനായിത്തീരും. ഇല്ലെങ്കിൽ നമ്മൾ ജഡാവസ്ഥയിലായിരിക്കുന്നത്. ഇപ്പം നമ്മൾ ജീവനുണ്ടെങ്കിലും നമ്മൾ ഏതാണ്ട് ഇതിൽ പറയുന്നുണ്ടല്ലോ, ജീവിച്ചിരിക്കലുമേ അങ്ങനെ ഇതുണ്ടല്ലോ, മരിച്ച അവസ്ഥയല്ല, അതിന് തുല്യമായിട്ട് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. നമ്മൾ ശിവനായിട്ട് ജീവിക്കണം. നമ്മൾ പരമാത്മാവിന്റെ അംശമാണെന്നുള്ള ആ ഉറപ്പിൽ വേണം നമ്മൾ ജീവിക്കാൻ. നമ്മളൊരു ജഡാവസ്ഥയിൽ ജീവിക്കുന്നത്. ഇപ്പം നമ്മൾ ശവത്തിന്റെ രീതിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം നമ്മൾക്ക് എല്ലാം ഈ ആ ചൈതന്യത്തിന്റെ ഇത് കാണുന്നില്ല. നമ്മളിൽ എല്ലാത്തിലും നമ്മൾ ദുഃഖമാണ് കാണുന്നത്. നമുക്കൊരു പ്രസന്നതയും ഒരു ഉണർവും ഇല്ല നമുക്ക്. എന്തുകൊണ്ടാ? നമ്മുടെ വാസനയെ കുരുങ്ങി കിടക്കുക.